കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ഡ്രോൺ ആക്രമണവുമായി ഇറാൻ. പകരം ഇറാനിലെ ഖേഷം ദ്വീപ് US ആക്രമിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ നിരവധി മിസൈലുകളും ഡ്രോണുകളും US തകർത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ സ്തംഭിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ഇതിനിടയിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. US-ൽ ഇസ്രായേൽ ലെബനൻ നയതന്ത്ര ചർച്ചകൾ അവസാനിച്ചു. അടുത്ത റൗണ്ട് ചർച്ച നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജയ് സുധ ബിജു, അതിനു മുൻപ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കുവൈറ്റിനെ ലക്ഷ്യമാക്കി വരുന്ന നിരവധി ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഡ്രോണുകൾ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളുള്ള സ്ഥലമാണ്, സൈനിക താവളമൊക്കെയുള്ള സ്ഥലമാണ് കുവൈറ്റ്, നമുക്കറിയാം. ആ മേഖലകളിലേക്കാണ് ഇറാന്റെ ഡ്രോണുകൾ തുടർച്ചയായി മൂളിപ്പറന്നെത്തുന്നത്. ഈ ഡ്രോണുകളെ തകർക്കുകയാണ് അമേരിക്കൻ മിസൈലുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴും ഭീതി വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന് വേണം കരുതാൻ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, അമേരിക്കയുടെ ആക്രമണം ഖേഷം ദ്വീപിലേക്കായിരുന്നു. അത് തന്ത്രപ്രധാനമായ ഇറാനിലെ ഒരു പ്രദേശമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ തുടർച്ചയായുള്ള ആക്രമണം ഗൾഫ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും കുവൈറ്റിലേക്ക് മറ്റും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം പരസ്പര ആക്രമണങ്ങൾ എന്നുള്ളതല്ലേ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം ചില ന്യൂസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ സ്തംഭിച്ചു എന്നുള്ള തരത്തിലാണ്. അതിപ്പോൾ US മാധ്യമങ്ങളാണെങ്കിലും ഇറാനിയൻ മാധ്യമങ്ങളാണെങ്കിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. മാത്രമല്ല, ഇറാനിയൻ ഭരണാധികാരികൾ ഈ ലെബനൻ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് US-ഉമായിട്ടുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്നാണ് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവരുമായി സംസാരിക്കുന്നുണ്ട്. ഇറാന് താനിപ്പോൾ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് എത്രയും വേഗം ഒരു കരാറിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ ഇതേ കാരണം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത് സാധിക്കില്ല. എത്രയും വേഗം കരാറിൽ എത്തിച്ചേരണമെന്ന് ഇറാനോട് കർശനമായി പറഞ്ഞതായിട്ടാണ് ട്രംപ് പറയുന്നത്. എല്ലാ റിപ്പോർട്ടുകളും ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ ട്രൂ സോഷ്യൽ പോസ്റ്റ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോഴും ആക്രമണങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അതും മിസൈലുകളും ഡ്രോണുകളും ഒന്നിച്ച് വർഷിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ബഹ്റൈനിലുള്ള US നേവി 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലേക്ക് 3ഉം അതുപോലെ കുവൈറ്റിലേക്ക് 2 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. നിരവധി ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കുവൈറ്റിലേക്ക് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അവിടെ നിരന്തരമായി സൈറനുകൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനവാസ മേഖലകൾക്ക് മുകളിലൂടെയാണ് ഈ ഡ്രോണുകൾ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കുവൈറ്റിലേക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടന്നിരുന്നു. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു ഈ ആക്രമണം നടന്നത്. അത് തീർച്ചയായിട്ടും പ്രവാസികളെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും നിലവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ജനവാസ മേഖലയിൽ ഒന്നും തന്നെ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും ആഭ്യന്തര മന്ത്രാലയം ഈ ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. US-ഉം ഈ ഡ്രോണുകളും മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ US-ന്റെയും സഹായമുണ്ടായിരുന്നു. ഈ ഇറാൻ ഈ ഗൾഫ് മേഖലയിൽ നടത്തിയ ഈ ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായിട്ടാണ് ഖേഷം ദ്വീപ് ആക്രമിച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇതിപ്പോ ഈ വിഷയത്തിൽ പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അജയ്, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ ഇറാന്റെ പല മേഖലകളും അമേരിക്ക ആക്രമിച്ചിരുന്നു. തിരിച്ചുള്ള ആക്രമണവും സംഭവിക്കുന്നുണ്ട്. പ്രധാനമായും കുവൈറ്റിനെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് സംശയമില്ല. മറുഭാഗത്ത് ചില സമാധാന ചർച്ചകൾ ഇപ്പോൾ എന്താണ് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ചില ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലോ. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ചില അനുരഞ്ജനങ്ങൾ ട്രംപ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പൊതുവെ ഈ ചർച്ചകൾ
ഒന്ന് മന്ദീഭവിച്ചു നിൽക്കുന്ന ഘട്ടം തന്നെയാണോ? നിരവധി നാളുകളായി ചർച്ചകളുടെ ചില സൂചനകൾ, ചർച്ചകളിൽ കരാറിൻ്റെ ചില സൂചനകൾ ഉണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായും ട്രംപിനെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തുന്നതല്ല എന്ന സൂചനകൾ കൂടി ഉണ്ടല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ആക്രമണങ്ങൾ? രഞ്ജിത്ത്, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒന്നും ഓൺ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ലെബനൻ്റെയും അതുപോലെ ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ നോക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത ഘട്ട ചർച്ചകൾ നിലവിൽ US-ൽ അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത റൗണ്ട് ചർച്ചകൾ നാളെ മുതലായിരിക്കും പുനരാരംഭിക്കുക. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്ന അതേ സമയം തന്നെ ലെബനൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുന്നത് അവിടെയുള്ള നടപടികൾ, സൈനിക നീക്കങ്ങൾ തങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, അത് ഇനിയും ശക്തമായി തുടരും എന്നുള്ളതാണ്. ഇത് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൊടുത്ത മുന്നറിയിപ്പിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അദ്ദേഹം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് സംസാരിച്ച് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ പ്രസിഡന്റിന്റെ വാക്കുകൾ അത് ഇപ്പോൾ ഒട്ടും തന്നെ വില കൊടുക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം, ഹിസ്ബുള്ള നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയും ആക്രമണം നിർത്താം എന്ന് സമ്മതിച്ചതായിട്ട് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. ലെബനന്റെ ഭാഗത്ത് നിന്നും ലെബനന്റെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ചില വിവരങ്ങൾ വന്നിരുന്നു. അതായത് ഹിസ്ബുള്ള ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ട് അവരുടെ നേതാക്കളും ഇപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും മേഖലയിൽ വളരെ ശക്തമായിട്ട് തന്നെ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് ഈ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മേഖലയിൽ ഏതാണ്ട് 8ഓളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തെക്കൻ ലെബനൻ മേഖലയിൽ നടന്നതാണ്. ഇപ്പോഴും അത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും US-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ചർച്ചകൾ കൊണ്ട് പ്രത്യേകിച്ച് ഓൺ ഗ്രൗണ്ടിൽ ഒരു പ്രയോജനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സമാനം തന്നെയാണ് US-ന്റെയും ഇറാന്റെയും കാര്യം. ഇപ്പോഴും ഗൾഫ് മേഖലയിൽ വളരെ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ഈ സിവിലിയൻ വെസലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ പ്രത്യാക്രമണം എന്നോണമാണ് ഖേഷം ദ്വീപിലേക്ക് US ആക്രമണം നടത്തുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ചർച്ചകൾ നിർത്തിയിട്ടില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാ ബിജുവാണ് കാര്യങ്ങൾ പങ്കുവച്ചത്.